ബാത്റൂമിൽ നിന്നും ലീക്കേജ് ആയാലുള്ള സൊല്യൂഷനുകളെ കുറിച്ച് പല സ്റ്റെപ്പുകളായിട്ട് വിശദമായി പറയാം. ഞങ്ങളുടെ സഹായത്തോടെ ലീക്കേജിന്റെ ഉറവിടം കണ്ടെത്തുകയും കെട്ടി നിൽക്കുന്ന വെള്ളമുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ പുറത്തേക്ക് കളയുക. എസ്പെഷ്യലി താഴ്ത്തി സങ്കനായി നിർമ്മിക്കുന്ന മുകൾ നിലയിലെ ബാത്റൂംസ്. ഒന്ന്, ലീക്കിന് കാരണം ടൈലിന്റെ വിടവുകളിലൂടെ വെള്ളം ഇറങ്ങിയതാണെങ്കിൽ 3mm ഗ്യാപ്പ് ഉണ്ടാക്കി എപ്പോക്സി ഫില്ലിംഗ് ചെയ്ത് കൂടുതൽ ലീക്ക് ആകുന്നത് തടയാം. ലീക്ക് മൂലം നനവും ഡാമേജും വന്ന ഭാഗങ്ങളിൽ പെയിന്റിങ്ങിന് മുമ്പ് നിർബന്ധമായും നെഗറ്റീവ് സൈഡ് വാട്ടർ പ്രൂഫിംഗ് കപ്പാസിറ്റി ഉള്ള കോട്ടിംഗ് തന്നെ അടിക്കണം. 2, ഒരു പ്ലംബറുടെ സഹായത്തോടെ പ്രലോങ്ഡ് അഥവാ ദീർഘനേരത്തെ പ്രഷർ ടെസ്റ്റിംഗിലൂടെ ലീക്കിന് കാരണം ചുമരിലെ ബാത്റൂമിലേക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്ന കൺസീൽഡ് ആയിട്ടുള്ള പൈപ്പുകളോ ജോയിന്റുകളോ ആണെന്ന് മനസ്സിലാക്കിയാൽ അതേ എക്സ്പീരിയൻസ്ഡ് പ്ലംബറിന്റെ സഹായത്താൽ വാട്ടർ സപ്ലൈ പൈപ്പിലെ ലീക്ക് നമ്മൾ പരിഹരിക്കുക. 3, നിർഭാഗ്യവശാൽ പ്രശ്നങ്ങൾക്ക് കാരണം ഡ്രെയിനേജ് പൈപ്പുകളിലെ ലീക്ക് ആണെങ്കിൽ അഥവാ ഉപയോഗിച്ചു പോകുന്ന ടൈലിന് അടിയിലൂടെ പോകുന്ന പൈപ്പ് സിസ്റ്റങ്ങളിൽ നിന്നാണെങ്കിൽ ഫ്ലോറിംഗ് പൊളിച്ച് എല്ലാം എടുത്തു മാറ്റി വീണ്ടും വാട്ടർ പ്രൂഫിംഗ്, പ്ലംബിംഗ് എന്നിവയെല്ലാം ചെയ്ത് വീണ്ടും ടൈൽ ഇടേണ്ടതായി വരും. ചുരുക്കി പറഞ്ഞാൽ നല്ല ചെലവ് വരും. പുതിയ വീട് പണിയുന്നവർ ഇക്കാര്യം ശ്രദ്ധിക്കുമല്ലോ.